വെൽക്കം ബാക്ക് അഗൈൻ ദിലൂസ് വ്ലോഗാണ്. അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് മുരിങ്ങാത്തോരൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മളെ മുരിങ്ങയൊക്കെ നമ്മളെ നാത്തൂനെ വല്ല മാലാറിയും പുയ്കും മാറാലിയും ഒക്കെ ഉണ്ടോ നോക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഊരി വൃത്തിയാക്കി വെച്ചിക്കണ്. ഇനി അമ്മക്ക് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, അങ്ങോട്ട് വറ്റിച്ചാൽ മതി. തോരൻ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചീനാപറങ്കി എടുത്തുക്കണ്. ചീനാപറങ്കി നെട്ടിയൊക്കെ കളയണം കേട്ടോ. നെട്ടിയൊന്നും കളയാതെ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നെട്ടിയൊക്കെ കളയാം. അപ്പോൾ അങ്ങനെ ഇൻ്റെ നാത്തൂന് ഇതാ തേങ്ങയും ചിരകി, ഓളൊക്കെ ചിരകി മുന്നിക്കണ വെക്കുകയാണ്. തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞു, തേങ്ങയൊക്കെ ഇതാക്കി. ഇനി ഇതേ നമുക്ക് എന്താക്കണം, ഇതാണ് ചതച്ചെടുക്കണം. ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ മിക്സിൻ്റെ ജാർക്കാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചീനാപറങ്കി ഉണ്ടല്ലോ, കാന്താരി, അതങ്ങോട്ട് നെട്ടിയാണ് കളഞ്ഞേക്കാണ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താട്ടാ, നമുക്കതാണ് അരച്ചു കൊടുക്കുക. കണ്ടമാനാണ് ഇടണ്ട കേട്ടോ. ചീനാപ്പറങ്കിയാണ്, പച്ചമുളകിൻ്റെയും കാട്ടിലും എരിവുണ്ടാവും. അപ്പം നല്ല എരിവും വേണ്ട, പാകത്തിന് നോക്കുക. അപ്പം നമ്മളതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താണ്ടേ ഇനി ഇത് നമുക്കാണ് അരച്ചെടുക്കുക. നല്ലോണം അരയരുത് കേട്ടോ, പാകത്തെ അരവ്, നമ്മളെ ചമ്പന്തിൻ്റെ അരവ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാലേ, ഒരു ചീനച്ചട്ടി ഉരുളി കൊടുത്താണ്ടേ അതിലേക്കൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിക്കുക. കഞ്ഞിവെള്ളത്തേക്ക് കുറച്ച് ഉപ്പിടുക, പാകത്തിന് മതിയിട്ട് ഉപ്പ് കണ്ടമാനം കൊട്ടണ്ട. ഉപ്പിടുമ്പോൾ മുരിങ്ങൻ്റെ ഇലയാണെന്നുള്ള ഓർമ്മയിൽ ഉപ്പിടുക. എന്നിട്ട് നമ്മൾ ആ കഞ്ഞിവെള്ളം ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കുക. മുരിങ്ങ ഇട്ട് കൊടുത്താണ്ട് അതിലേക്ക് നമ്മൾ അരച്ച ചരവുണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കുക. അരച്ച ചരവ് കൈ കൊണ്ട് ഇടുമ്പോൾ നമ്മളൊന്നും കൂടി ഓർക്കണം, നമ്മളെ കാന്താരി അതിലേക്ക് നല്ലോണം ചതച്ചിട്ടുകൊണ്ട് കൈ ചുട്ടെത്തും. അപ്പോൾ പിന്നെ ഐസും വെള്ളത്തിൽ കൈ മുക്കി വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചാൽ ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ കൈ കൊണ്ട് കുഴക്കേണ്ടി വരും. മുരിങ്ങൻ്റെ ഇല കൈ കൊണ്ട് കുഴച്ചെടുത്താണ്ട് മുരിങ്ങൻ്റെ ഓരോ ഇലയ്ക്കും നമ്മൾ അരച്ച ചരവ് ഇങ്ങനെ ആവണം. അരച്ച ചരവ് നല്ലോണം ആകാൻ കണ്ടാണ്ട് കുഴക്കുക. കുഴക്കുമ്പോൾ ഒരു ഓർമ്മയും വേണം, നമ്മൾ ആരോടെങ്കിലും ഇല്ല ഈർക്കരുത്. അങ്ങനെ ഈർത്തിട്ടുണ്ടെങ്കിൽ നമ്മളാ മുരിങ്ങൻ്റെ ഇല എന്താവും, നല്ലോണം അങ്ങോട്ട് ചതയും ചെയ്യും. അപ്പോൾ ആ ഓർമ്മയിലൊക്കെ അങ്ങോട്ട് കുഴക്കുക. നല്ല സ്ലോ മോഷനിൽ പതുക്കെ അങ്ങോട്ട് ചെയ്തോളി. ഇനി നമ്മൾ എല്ലാ മുരിങ്ങൻ്റെ ഇലയിലും തേങ്ങ ആയി എന്ന് കണ്ടാലേ നമുക്കിത് ആവിക്കണം വേവിച്ചാൽ, പുറത്തേക്ക് ആവി പോകാത്ത അടപ്പ് വെച്ച് അടക്കണം കേട്ടോ. സ്റ്റൗമ്മക്കാണ് വെച്ച് കൊടുക്കുക. സ്റ്റൗമ്മക്കാണ് വെച്ച് കൊടുത്താണ്ട് എന്താ കിട്ടുക, തീയൊക്കെ കുറഞ്ഞതിൽ കത്തിച്ചുക. ഇല്ലെങ്കിൽ ആവിക്ക് വേകണതിന് പകരം ആവിക്ക് കരിയും. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോഴേക്ക് നമ്മളെ മുരിങ്ങ വന്നിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഉറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടാണ് ഇളക്കിയാണ്ട് നമുക്ക് പാത്രത്തേക്കാണ് മാറ്റി കൊടുക്കുക. പിന്നെ ഒരു പാത്രത്തിൽ ചോറും വിളമ്പിയാണ്ട് കുറച്ച് മുരിങ്ങപ്പേരി ഇട്ടാണ്ട് ആണ് കൂട്ടി കുഴച്ച് തിന്നുക. പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറയാമല്ലോ, വല്ലാത്ത ജാതി. അതൊന്ന് തിന്നോക്കിയെങ്കിൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ, നിങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇതേമാതിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. പിന്നെ തിന്നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് കമൻറ്റിലാണ് ഇട്ടോളി. എന്നാൽ ശരി, നമുക്ക് പിന്നെ കാണാം. ബൈ.